കട്ടപ്പനയിലെ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയി. തോപ്രാംകുടി മുണ്ടിയാങ്കൽ ബിബിൻ മാത്യുവിന്റെ ഉടമസ്ഥതയിൽ ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് പുലർച്ചെ മോഷണം നടന്നത്. കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത്. കട്ടപ്പന ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് മോഷണം നടന്നത്. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി SI എന്നറിയപ്പെടുന്ന ബിജുവും മറ്റൊരാളും ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സംശയം. കട്ടപ്പന ട്രീസ എഞ്ചിനീയേഴ്സിന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷയും ഏലക്ക കടത്താനായി മോഷ്ടിച്ചു. ഈ വാഹനം ചെറുതോണി പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാതെ അടിവശത്തെ നിലയിലെ ജനാല തകർത്ത് ചാക്ക് തുരന്ന് ഏലക്ക മോഷ്ടിക്കുകയായിരുന്നു. ജനാലയിലൂടെ ചാക്കിൽ നിന്ന് ഏലക്ക വാരിയെടുത്ത് കൈവശമുണ്ടായിരുന്ന മറ്റൊരു ചാക്കിൽ നിറച്ചു. 3 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഏലക്ക നഷ്ടമായതായി സ്ഥാപന ഉടമ ബിബിൻ മാത്യു പറഞ്ഞു. എൻ്റെ ചെറുപ്പക്കാർ അതിനകത്ത് വിഷ്വൽ കാണാം, ക്യാമറക്കകത്ത് കിട്ടിയിട്ടുണ്ട്. അവർ വന്ന് 3 ചാക്കുകൾ ഇറക്കുക, അതായത് 120 കിലോ ഗ്രേഡ് ചെയ്ത കായ സിസ്റ്റോണാണ്. ഒരു ഓട്ടോറിക്ഷ മഞ്ഞ പെട്ടി ആപ്പയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ഈ കായ ഏതെങ്കിലും കടകളിൽ എത്തുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഏലക്ക ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നത് സ്ഥാപനത്തിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ജനാലയോട് ചേർന്ന് ഏലക്ക പുറത്തു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരമറിയുന്നത്. ജനാലയുടെ കമ്പികൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ നീക്കം ഉപേക്ഷിച്ചു. കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത്. ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി.